DP8 റെഡി അല്ല എല്ലാവരും? റോയ് ആളുടെ പേര്, അയാൾക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ബാങ്ക് ബാലൻസ് ഷോൺ ബൈ ക്യാഷ് ബുക്ക് 75,000 ഡയറക്റ്റ് സാധനമാണല്ലോ അല്ലേ? ഓടാഫ്റ്റ് അല്ലല്ലോ. ഓക്കെ, സിമ്പിൾ സാധനമായിരിക്കും. ഓൺ ദ റിസീപ്റ്റ് ഓഫ് ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ എന്താ? ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ പാസ്ബുക്ക്. പാസ്ബുക്ക് കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ വായിക്കും. എന്താ? 3 ചെക്ക് എത്ര രൂപയുടെ 3000-ൻ്റെ, 4000-ൻ്റെ, പിന്നെ എത്ര 1500 ഡ്രോൺ ഇൻ ഫേവർ ഓഫ് എ സപ്ലയർ അല്ലെങ്കിൽ ആരാണ്? ക്രെഡിറ്റർ. ഓൺ 28-ന്, 29-ന്, പിന്നെ 30th ഡിസംബറിൽ. നമ്മളെ ഇയർ എൻഡ് ഏതാ? December 31 അപ്പോൾ നമ്മളെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ 31st December 2023 എഴുതുക. എന്നിട്ട് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 75,000 എഴുതി വെച്ച് ഇനി ആഡ് ചെയ്യേണ്ടത് ലെസ് ചെയ്യേണ്ടത് പറയാം. 2008 ഹാഡ് ബീൻ ഡെബിറ്റഡ് ഇൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ 2nd January. ഓക്കെ അല്ലേ? എന്നാൽ ഇതൊക്കെ അല്ലേ, ഇതെല്ലാം അങ്ങനെ തന്നെയല്ലേ പറയാം. ഈ മൊത്തം സാധനവും ഡെബിറ്റ് ചെയ്തത് എവിടെയാണ്? ഓക്കെ, അങ്ങനെ തന്നെ അല്ലേ? 3 ചെക്ക് ഉണ്ട്, 3000, 4000, 1500 ഡ്രോൺ ഇൻ ഫേവർ ഓഫ് എ സപ്ലയർ റെസ്പെക്റ്റീവ്ലി ഡേറ്റ് 28th, 29th, 30th September 2008 ഹാഡ് ബീൻ ഡെബിറ്റഡ് ഇൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് 2nd January. അപ്പോൾ ഇതെല്ലാം ബാങ്കിൽ നിന്ന് കുറച്ച് എന്നാണ്? 2nd January-ക്കാണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര വരും? 8,500. ഓക്കെ അല്ലേ? ഈ 8,500 എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ എവിടുന്ന് കുറച്ചിട്ടുണ്ടാവും? ക്യാഷ് ബുക്കിൽ നിന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കുഴപ്പമില്ലല്ലോ? ഓക്കെ, 8,500 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ നിങ്ങൾ. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചൂടാ, അപ്പോൾ പിന്നെ എളുപ്പമായില്ലേ? ദെൻ അടുത്ത് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അടുത്തേതാണ്? ബാങ്ക് ഹാഡ് ക്രെഡിറ്റഡ്. അങ്ങനെ പറഞ്ഞാൽ ബാങ്ക് പാസ്ബുക്കിൽ എത്ര രൂപ കൂട്ടി? 8,000 രൂപ കൂട്ടി. ഇൻ റെസ്പെക്ട് ഓഫ് കളക്ഷൻ മെയ്ഡ് ബൈ ബാങ്ക് ഡയറക്ട്ലി ഫ്രം കസ്റ്റമർ ഇൻറ്റിമേഷൻ നോട്ട് ഹാവ് ബീൻ യെറ്റ് റിസീവ്ഡ്. ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബാങ്കിലേക്ക് നേരിട്ട് 8,000 രൂപ നമ്മുടെ കസ്റ്റമർ തരാനുള്ള എന്ത് ചെയ്തു? ഇന്നൊക്കെ അങ്ങനെയല്ലേ? ബാങ്കിലേക്ക് ജിപേ ഇടുക എന്ന് പറഞ്ഞാൽ ബാങ്കിലേക്ക് കിട്ടുന്നല്ലേ? അപ്പോൾ പഠിക്കുന്നല്ല. അതാ ഏത് കൂടും? പാസ്ബുക്ക് കൂടും. നമ്മൾ ക്യാഷ് ബുക്ക് എന്ത് ചെയ്യണം? കൂട്ടണം, ആഡ് ചെയ്യണം. അടുത്തായിട്ട് ഏതാ? 2 ചെക്ക് ഉണ്ട്, 5,000 ഉണ്ട്, 6,000 ഉണ്ട്. വേർ ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്കിൽ 30th December ഹാഡ് ബീൻ ക്രെഡിറ്റഡ് ഇൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് എത്ര വരും? 11,000 വരും. ശ്രദ്ധിപ്പിടിക്കുക. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ആദ്യം ചെക്ക് കിട്ടണം. അപ്പോൾ കിട്ടുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്യാഷ് ബുക്കിൽ കൂട്ടിയിട്ടുണ്ടാവും, പാസ്ബുക്കിൽ കൂടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ നിന്ന് കുറയ്ക്കണം, 11,000 രൂപ കുറയ്ക്കണം. ദെൻ അടുത്ത ലാസ്റ്റ് വൺ, ബാങ്ക് ഹാഡ് ഡെബിറ്റഡ് എന്ന് പറഞ്ഞാൽ ബാങ്ക് എത്ര രൂപ? 30 രൂപ എന്ത് ചെയ്ത്? ഇൻസിഡൻ്റൽ ചാർജ് പറയുമ്പോൾ ബാങ്കിൻ്റെ ചാർജ്, ബട്ട് നോട്ട് എൻറ്റർഡ് ഇൻ ക്യാഷ് ബുക്ക്. എവിടുന്ന് കുറയ്ക്കുക? ക്യാഷ് ബുക്കിൽ നിന്ന് കുറയ്ക്കാം. ക്യാഷ് ബുക്കിൽ നിന്ന് കുറച്ചു അല്ലേ? പാസ്ബുക്കിൽ നിന്ന് കുറയ്ക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ. അല്ല, തെറ്റിപ്പോയി. ഏത് ഡെബിറ്റഡ്? ബാങ്ക് ഡെബിറ്റഡ് എന്ന് പറയുമ്പോൾ എവിടുന്ന് കുറച്ചു? പാസ്ബുക്കിൽ നിന്ന് കുറച്ചു. അപ്പോൾ എവിടുന്ന് കുറയ്ക്കണം? ഓക്കെ അല്ലേ? കുറച്ചാൽ പോരെ? ഇനി എത്ര ആൻസർ വരുന്നു ടോട്ടൽ ചെയ്തിട്ട് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ. $80,470. ഓക്കെ, അതെന്താ? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഇവിടെ ഒരു ചോദിച്ചാൽ എന്താ? ഷോ ദ റീകൺസിലിയേഷൻ ഓഫ് ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ 70,000 തുടങ്ങിയിട്ട് വിത്ത് ബാങ്ക് ബാലൻസ് ആസ് പെർ ഏതാണ്? ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഏതന്നെയാണ്? പാസ്ബുക്കാണ്. എത്ര വരിക എന്ന് പറഞ്ഞു? 80,470. സിമ്പിൾ അല്ലേ? ഓക്കെ.